കാശ് കാണുമ്പോ കാല് നക്കരുത് സാറേ. പോ. എന്താ പേര്? ലീലാമ്മ. എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം നിങ്ങളെ. അഴകത്തും മാധവ മേനോന്റെ ഭാര്യ സുമംഗലാദേവിയെ ശരിക്കറിയാം എനിക്ക്. ഒഴിവാക്കാൻ പറ്റാത്തൊരു ബന്ധമുണ്ട് നമ്മൾ തമ്മില്. അത് അഭി ചെയ്തത് ഒട്ടും ശരിയായില്ല. അഴകത്തുള്ളവരെ രക്ഷിക്കലും ജാമ്യത്തിലിറക്കലും ഒന്നും അഭിയുടെ ബാധ്യതയല്ല. അതിന് എന്റെ കയ്യിൽ നിന്ന് പണമൊന്നും ആനന്ദ് വാങ്ങിച്ചില്ല. അത് രണ്ടാമത്തെ കാര്യം. അഭി കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് എന്നെ വിഷമിപ്പിച്ച കാര്യം. ഇത് ശരിയല്ല. ഒരു രീതിയിലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ മറ്റാരുടെയും പണം അല്ല കൊടുക്കാൻ തയ്യാറായത്. അച്ഛൻ എനിക്ക് തന്നതും ഞാൻ സമ്പാദിച്ചതും മാത്രമാ. ആരുടെ പണം എന്നുള്ളതല്ല. എന്റെ ഭാര്യ ആദ്യത്തെ ഭർത്താവിനെയും വീട്ടുകാരെ സഹായിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കെന്നല്ല, ലോകത്തൊരു ഭർത്താവിനും അത് ഇഷ്ടമാവില്ല. ഇഷ്ടമാവില്ലെങ്കിൽ വേണ്ട, ഞാൻ കൊടുക്കാതിരുന്നാ പോരെ. അത് മനസ്സോടെയല്ലല്ലോ. എന്റെ വീട്ടുകാരോട് അഭി കാണിക്കാത്ത സ്നേഹം അവരോട് കാണിക്കുന്നത് എന്തിനാ? കാർത്തിക്കിന്റെ വീട്ടുകാര് എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നു. അവര് നേരെ തിരിച്ചും. എന്തൊക്കെ അഭി ന്യായീകരിച്ചാലും ആദ്യ ഭർത്താവിനോടുള്ള ഈ വിധേയത്വം ഒരു നല്ല പെണ്ണിന് ചേർന്നതല്ല. ഞാൻ നല്ല പെണ്ണല്ല അല്ലേ? ഞാൻ ആനന്ദിന് പണം കൊടുക്കാൻ തയ്യാറായ വിവരം കാർത്തിക് എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞിട്ട് അല്ലേ? പറഞ്ഞില്ലായിരുന്നെങ്കിലോ? കാർത്തിക് അറിയുമായിരുന്നോ? ഞാൻ എന്ത് ചെയ്താലും അതെന്റെ ഭർത്താവ് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു ഭാര്യയാ ഞാനൊരു ചീത്ത സ്ത്രീയായിരുന്നെങ്കിൽ ഇതെല്ലാം മറയ്ക്കാമായിരുന്നു. എന്റെ മനസ്സും എന്റെ പ്രവൃത്തിയും എല്ലാം വളരെ സുതാര്യമാണ്. എനിക്ക് ഒന്നും മനസ്സിൽ കൊണ്ടു നടന്ന് മറയ്ക്കാനില്ല, ഇനി ഉണ്ടാവുകയില്ല. അനന്തു ഇതെന്ത് ഭാവിച്ച? എന്റെ ആഭരണങ്ങൾ കൊടുക്കാന്ന് എന്നോട് ചോദിക്കാതെ വാക്ക് കൊടുത്തത് എന്തിനാ? വലിയ ഔദാര്യം ഒന്നും കാണിക്കണ്ട. ഞാൻ തരില്ല എന്റെ ആഭരണങ്ങളൊന്നും. ഒരാവശ്യത്തിനല്ലേ ഈ സമയത്തല്ലേ നമ്മൾ സഹായിക്കേണ്ടത്? എന്തിന്? ഒരാവേശത്തിന് നമ്മൾ സ്വർണ്ണമൊക്കെ എടുത്തു കൊടുത്താ വാങ്ങിച്ചോണ്ട് പോവാൻ ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. അമ്മയെ ഉണ്ണിയമ്മയെ ഇറക്കിക്കൊണ്ട് വരണ്ടേ നമുക്ക്? അതിന് കാശ് എത്ര വേണോന്ന് അറിയോ നിനക്ക്? കാശ് വേണമെങ്കിൽ എന്തെങ്കിലും എടുത്തു കൊണ്ടുപോയി വിൽക്കട്ടെ, അല്ലെങ്കിൽ സ്ഥലം ഏതെങ്കിലും വിൽക്കട്ടെ. മൈഥിലി ഏട്ടത്തി സ്വർണം മുഴുവൻ കൊടുക്കാന്ന് പറയുമ്പോ നമ്മൾ കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? അവളെ ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത്. അത്രയ്ക്ക് ശല്യമായി തുടങ്ങി. എന്തായാലും ഞാൻ വല്യേട്ടനോട് വാക്ക് പറഞ്ഞതാ, കൊടുത്തേ പറ്റൂ. അത് ശരിയാവില്ല. ശരിയാവും. മറ്റു മാർഗങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഒന്നും നടന്നില്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ കൊടുത്തേ പറ്റൂ. വേണ്ട. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്, ഞാനല്ലേ? കുഴപ്പാവോ? പകുതി സ്വർണ്ണമല്ലെന്ന് അറിയുമ്പോഴാ. വലിയ കാശുള്ള വീട്ടിലാണെന്ന് തോന്നുന്നു. ആണോ? കാശിലല്ലല്ലോ വലിപ്പം, അഭിമാനത്തിലാ. ആ, അഭിമാനമുള്ളവരാരെങ്കിലും ഇവിടെ വന്ന് കിടക്കുവോ?
ആദ്യകാലത്തൊക്കെ ഞാനും വലിയ അഭിമാനിയായിരുന്നു. കെട്ടിയ ചെറുക്കൻ തന്നെ കാശിന് വിറ്റു. അതോടെ അവിടെ അഭിമാനം കപ്പൽ കയറി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് വരും. പോലീസുകാർക്ക് ഒരു രസം. അല്ല, ചേച്ചി ആദ്യമായിട്ടാണോ ഈ കളവ്? സ്വർണ്ണക്കടയിൽ നിന്ന് കാശും മേടിച്ച് ആ നിമിഷം രക്ഷപ്പെട്ടുകൂടായിരുന്നോ? എന്റെ കയ്യിലെങ്ങാനും കിട്ടണമായിരുന്നു. ഇന്ത്യയിൽ ഉണ്ടാവില്ല ഞാൻ. ഈ ഐഡിയ ചേച്ചിക്ക് ആര് പറഞ്ഞു തന്നു? അതെങ്ങനെയാ? ചേച്ചിയുടെ അനിയൻ കള്ളനോട്ട് കേസിലെ പ്രതിയാ. പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഒന്ന് നിർത്തോ. എന്റെ ഗതികേട്, എന്റെ ശാപം, അതുകൊണ്ട് വന്നു പോയതാ ഇവിടെ. അല്ലാതെ ഇപ്പൊ മരിക്കുമെന്ന് പറഞ്ഞാലും ആരുടെയും ഒരു ചില്ലിക്കാശ് വെറുതെ വേണ്ട എന്റെ കുടുംബത്തിന്. എൻ്റെ കയ്യിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എടുത്തതാ. അതിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല നിങ്ങൾക്ക്. നീ ആരാ? പറയാം. എനിക്കൊന്ന് സംസാരിക്കണം, തനിച്ച്. എന്തായിരുന്നു? കമ്പനികൾക്കെല്ലാം സ്റ്റോപ്പ് മെമ്മോ വന്നു. എല്ലാം ക്ലിയർ ചെയ്ത് സർക്കാരിൽ കണക്ക് കാണിക്കുന്നവരെ സ്ഥാപനങ്ങൾക്ക് അടച്ചിടണം. പ്രതീക്ഷ തന്നെ സംഭവിച്ചു അല്ലേ? അപ്പോ ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം ഫ്രീസ് ചെയ്തു. ഇതൊക്കെ അറിഞ്ഞിട്ട് ഓഫീസിലിരിക്കാൻ തോന്നിയില്ല. പൂട്ടിങ് പോന്നു. അതങ്ങനെയാ. നല്ലത് വരുമ്പോഴും നാശം വരുമ്പോഴും മലവെള്ളം പോലെ വരും. ഗാർമെന്റ്സിന് മാത്രം നോട്ടീസൊന്നും വന്നിട്ടില്ല. എന്താ? അതൊക്കെ കവിതയുടെ പേരിലേക്ക് മാറ്റിയതല്ലേ? അപ്പോ കവിതയുടെ പേരിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രം ഇൻകം ടാക്സും സെയിൽസ് ടാക്സും ഒക്കെ കൃത്യമാണല്ലോ വല്യേട്ടാ? അതെങ്ങനെ വന്നു? ഏയ്, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. രജിസ്ട്രേഷൻ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പേപ്പേഴ്സും കറണ്ട് ആവും. ഞാൻ സംശയിക്കാതിരിക്കാം, പക്ഷേ എൻ്റെ ആശങ്ക അവസാനിക്കില്ല. ഇനിയും എന്തൊക്കെയോ വരാനിരിക്കുന്നു. കണ്ടോ, അഴകത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ സ്റ്റോപ്പ് മെമ്മോ വന്നു. പക്ഷേ എന്റെ പേരിലാക്കിയ ഗാർമെന്റ്സിന് ഒരു കുഴപ്പവും വന്നില്ല. അന്ന് എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു. ഉടനെ തിരിച്ചെഴുതി കൊടുത്തില്ലെങ്കിൽ കൊല്ലാൻ നിൽക്കായിരുന്നില്ലേ അമ്മ? എന്നിട്ടിപ്പോ എന്തായി? ഓണർഷിപ്പ് മാറ്റാനുള്ള ബുദ്ധി അന്ന് കാണിച്ചതുകൊണ്ട് ഗാർമെന്റ്സ് എങ്കിലും പൂട്ടാതെ കഴിഞ്ഞു. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചില്ലല്ലോ. ഓഫീസിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് നേരത്തെ അനന്തനോട് ഞാൻ സൂചിപ്പിച്ചതാ. ചില സ്റ്റാഫുകളെ പിരിച്ചുവിടണമെന്ന് എത്ര വട്ടം പറഞ്ഞു. ആ ഗിരീഷ് മേനോനും ഞാനുമായിട്ട് വഴക്ക് വരെ ഉണ്ടായി. അപ്പോഴൊന്നും അനന്ത് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. വർഷങ്ങളായിട്ടുള്ള സ്റ്റാഫിനായിരുന്നു വിശ്വാസം. എനിക്ക് പറയാനല്ലേ പറ്റൂ, ഇവിടെ തീരുമാനം എടുക്കുന്നത് അമ്മയല്ലേ. ഇനി ഈ ഗാർമെന്റ്സിന്റെ കാര്യത്തിലെങ്കിലും ആരോട് ഇടപെടരുതെന്ന് പറയണം. അത് നോക്കി നടത്താൻ നമ്മൾ മതി. മറ്റ് സ്ഥാപനങ്ങളുടെ ബാധ്യതയൊക്കെ എങ്ങനെ വിട്ടും? പ്രത്യേകിച്ചും ബാങ്കിന്റെ. ഗാർമെന്റ്സിന്റെ വിറ്റുവരെ എടുത്ത് ബാധ്യത തീർത്താൽ ശരിയാവോ? ഒരിക്കലും ശരിയാവില്ല. അവസാനം ഗാർമെന്റ്സ് കൂടി പൂട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും കവിത? അമ്മയെ രക്ഷിക്കാൻ വേറെന്താ മാർഗം? ഓരോ
ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട് അനന്തു. അത് മായ്ച്ചാലൊന്നും പോവില്ല. അതനുഭവിച്ച് തന്നെ തീർക്കണം. പത്ത് 15 കോടിയോളം രൂപ വേണം ആനന്ദേ. അതിപ്പം നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എത്രയും പെട്ടെന്നൊരു മാർഗം കണ്ടുപിടിക്കണം. കടം വാങ്ങിക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ അവസ്ഥയിൽ. നമ്മളൊരു ബൾക്ക് എമൗണ്ട് ചോദിച്ചാൽ തരാൻ പലരും മടിക്കും. ഉള്ളവനെ അല്ലേ സഹായിക്കൂ, ഇല്ലാത്തവനെ തിരിഞ്ഞു നോക്കില്ല. പിന്നെ എന്താ ഒരു മാർഗം? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ? അരവിന്ദേട്ടാ, എന്റെ അഭിപ്രായം വേണമെങ്കിൽ ഞാൻ പറയാം. വേണ്ട, വെറുതെ വിവരക്കേട് വിളിച്ച് പറയാതെ നീ പോ. ആനന്ദേ, ഞാൻ പറയുന്നത് എടുത്തി പറ. വേണ്ട, അരവിന്ദേട്ടൻ പറയാതെ ഞാൻ ഇനി കമാന്നൊരു അക്ഷരം വേണ്ടില്ല. പറ. നമുക്കേ എന്തോ ഒരു സ്ഥല കിടക്കണേ, കുറച്ചങ്ങ് വിൽക്കണം. അല്ല, ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചാലും പലിശ സഹിതം തിരിച്ചു കൊടുക്കണ്ടേ? അതിനേക്കാൾ നല്ലത് ഇതല്ലേ? വേണ്ടെങ്കിൽ വേണ്ട. വേണം. ഏടത്തി പറയുന്ന വിവരക്കേടുകളിൽ സത്യത്തിന്റെ ഒരുപാട് അംശങ്ങളുണ്ടാവും. എന്താ വലിയേട്ടാ, അങ്ങനെ ഒന്ന് ആലോചിച്ചാലോ? ഒരാളുടെ മുന്നിൽ തല കുനിക്കണ്ട, ആരുടെയും കാലും പിടിക്കണ്ട. അത് നല്ല കാര്യമാണ്. തെങ്ങും തോപ്പ് വേണമെങ്കിൽ 2 കൊടുക്കാം. പെട്ടെന്ന് വിൽക്കാൻ നോക്കിയാ വില കിട്ടുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നെറ്റിലൊന്ന് കൊടുത്തിട്ടേക്കാം. എന്തായാലും ഉണ്ണിയാമൊന്ന് ഇങ്ങോട്ട് വരട്ടെ. 4 ദിവസത്തെ കസ്റ്റഡിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം കിട്ടിയേക്കും. എന്തായാലും ഉണ്ണിയാമ്മയോടുകൂടെ ആലോചിച്ചിട്ട് അമ്മയോട് പറയാം. അല്ല, ഉണ്ണിയമ്മയ്ക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കിട്ടാതിരിക്കില്ല. എനിക്ക് സംശയമുണ്ട്. കയ്യിലിരിപ്പ് വെച്ച് ഉണ്ണിയമ്മയ്ക്ക് ജീവപര്യന്തം കിട്ടേണ്ടതാ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അഴകത്തമ്മ ഇവിടെ വന്ന് കിടക്കേണ്ട ആളല്ല. എന്താ സംഭവിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും ചതിക്കപ്പെട്ടതാണെന്ന് എനിക്കറിയാം. ജാമ്യം കിട്ടില്ലേ? ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങണം. ശിക്ഷ കഴിഞ്ഞ് ഞാൻ പുറത്തു വരുമ്പോ നിങ്ങൾ അഴകത്ത് വേണം. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. 4 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് പുറത്തു വരാം. അപ്പം ഞാൻ അഴകത്തേക്ക് വരും. പിന്നെ എല്ലാം മനസ്സിലായിക്കോളും. എന്താടി ഇവിടെ? ചോദിച്ച കേട്ടില്ലേ? ഒന്നുമില്ല, ഞാൻ വിശേഷങ്ങളൊന്ന് ചോദിച്ചതാ. അയ്യടാ, ഒരു വിശേഷം ചോദിക്കല്. ചെന്ന് അവിടെ പോയി പണിയെടുക്കടി. പറഞ്ഞ പോരെ, എന്തിനാ ദേഹത്ത് ഓടുന്നേ? ഇവളെന്റെ കയ്യിന്ന് വാങ്ങിക്കും. അരവിന്ദേട്ടാ, ഉണ്ണിയമ്മയ്ക്ക് ജാമ്യം കിട്ടുമെന്ന് ആലോചിച്ചോണ്ടിരിക്കല്ലേ? അത് പ്രതീക്ഷിക്കാതിരിക്കുക നല്ലത്. ഞാനാണ് ജഡ്ജിയെങ്കിൽ ഉണ്ണിയമ്മയുടെ മുഖം കണ്ട ജാമ്യം കൊടുക്കില്ല. അതെന്താ അത്രയ്ക്ക് മോശമാണോ ഉണ്ണിയമ്മ കണ്ട? അതല്ല അരവിന്ദേട്ടാ, ഉണ്ണിയമ്മയെ കണ്ട ശരിക്കും ഒരു കള്ള ലക്ഷണമുണ്ട്. ഏത് ജഡ്ജിക്കായാലും കാണുമ്പോഴേ അത് മനസ്സിലാവും. ഉണ്ണിയമ്മയ്ക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും വീട്ടിൽ നിന്ന് പോയ പിന്നെ ഒരു പോക്ക. ഏതെങ്കിലും അമ്പലത്തിലും ഉത്സവപ്പറമ്പിലും ഒക്കെ കിടന്ന് പുലരുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ കിടക്കുന്നതല്ലേ? അവിടെയാവുമ്പോ കൃത്യമായിട്ട് ആഹാരവും കിട്ടും. നീയേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട.
ഉണ്ണിയാമയെ എങ്ങനെ പുറത്തിറക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എത്ര കാശ് വേണ്ടി വരും എന്നുള്ള ചിന്തയിലാ ഞാൻ. അതെന്താ ജാമ്യത്തിൽ ഇറക്കിയിട്ട് ഉണ്ണിയമ്മയ്ക്ക് ഇനി കാശും കൊടുക്കണോ? എന്റെ മൈഥിലി, നിനക്കൊന്ന് മിണ്ടായിരിക്കാമോ? എന്റെ അരവിന്ദേട്ടാ, നിങ്ങളൊക്കെ ഇങ്ങനെ കാശ് കൊടുക്കുന്നുണ്ടോ ഉണ്ണിയമ്മ ഒരു പണിയെടുക്കാതെ ജീവിക്കുന്നത്? മൈഥിലി, ഒന്ന് നിർത്തുന്നുണ്ടോ? ഉണ്ണിയാമയെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ ചിലപ്പോൾ കോടതിയിൽ കാശ് കെട്ടി വെക്കേണ്ടി വരും. അങ്ങനെയുണ്ടോ? പിന്നില്ലാതെ. പെട്ടെന്ന് കാശ് എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കാൻ ഞാൻ. അത്രയുള്ളോ കാര്യം? അതിനാണോ ഇത്ര വലിയ ആലോചന? പിന്നെ ആലോചിക്കാതെ ചിലപ്പോൾ 2-3 ലക്ഷം രൂപ ബോണ്ട് കെട്ടി വെക്കേണ്ടി വരും. അതിനെന്താ? അത് ഞാൻ തന്നാ പോരെ? എന്താ? ഞാൻ തരാന്ന്. എന്റെ ബാങ്കിൽ ഇപ്പൊ ഒരു 4.5 ലക്ഷത്തോളം രൂപ കിടപ്പുണ്ട്. അതെങ്ങനെ? നിന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് FD ഇട്ടിരിക്കല്ലേ? ഇതല്ല, വേറെ കാശ് എങ്ങനെ നിനക്ക് കിട്ടി? അത് ഞാൻ അറിയാതെ. അത് അരവിന്ദേട്ടൻ അറിയണ്ടെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ട്. കാര്യമുണ്ട്, പറ. എവിടുന്ന കാശ്? അത് അമ്മയുടെ കാൽപ്പട്ടിക്കകത്ത് നോക്കുമ്പോഴേ ചുമ്മാ കുറെ കാശിരിക്കുന്ന കണ്ടു. അവിടെ ഇരിക്കുന്നതിനേക്കാൾ സേഫ് അല്ലേ ബാങ്കിൽ കിടക്കുന്നത്? അതുകൊണ്ട് ഞാനത് കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടു. നിന്റെ അക്കൗണ്ടില്, നിന്റെ പേരില് എന്റെ അമ്മയുടെ കാശ്. പിന്നല്ലാതെ. ഇതെപ്പോഴെങ്കിലും അമ്മ അറിയില്ലേ? ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അപ്പൊ നീ എന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിട്ടുണ്ടാവുമല്ലോ. വെറുതെ അല്ല, പല ദിവസം എന്റെ പേഴ്സിൽ നിന്ന് കാശ് കുറയുന്നെന്ന് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ കട്ടെടുക്കുന്നൊന്നും അല്ല. എടുത്ത അരവിന്ദേട്ടൻ അറിയോന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കുന്നതേ ഉള്ളൂ. അയ്യോടാ, എങ്ങനെയാണെങ്കിലും ആ കാശ് ഉപകാരപ്പെട്ടില്ലേ? ചെക്ക് എഴുതി തരാം, വേണമെങ്കിൽ കൊണ്ടുപോയി മാറിക്കോ. അല്ല പിന്നെ ഇവളുടെ ഒരു കാര്യം. എന്തു പറ്റിയടി? പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ. ഡി, നിന്നോടാ ചോദിച്ചത്. എന്നെക്കാൾ എത്ര പ്രായം കുറവാ നിനക്ക്? എത്ര തരം മനുഷ്യരെയാ മോളെ നമ്മളൊക്കെ കാണുന്നത്. ഒരു കണക്കിന് ഈ ജീവിതവും ഒരു പാടാ. റിമാൻഡിലല്ലേ? മോൾക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ അമ്മ പ്രാർത്ഥിക്കാം. അമ്മേ, മാപ്പ്. സാരമില്ല. എന്താ മാഡം, ഇവളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഏയ്, സൂക്ഷിക്കണം. സ്വന്തം കൂടപ്പറപ്പിനെ വെട്ടരിവാൾ വെച്ച് വെട്ടിയതാ കേസ്. കൂടെ പറഞ്ഞ ആങ്ങള കൂടെപ്പറപ്പ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോ വെട്ടും കൊല്ലും. ഇതുങ്ങളൊക്കെ കള്ളക്കൂട്ടങ്ങളാ മാഡം. ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആ ലീലാമ്മേ, വിഷവിത്ത. അവളുമായിട്ട് ഒരു തരത്തിലുള്ള അടുപ്പവും വേണ്ട. അവർക്ക് എന്നെ നന്നായിട്ട് പരിചയമുണ്ട്. കള്ളത്തരം പഠിച്ച കളി അവള്. കയ്യിലുള്ളത് മുഴുവൻ ഗുണ്ടായുസാ. എന്തിനാ അവരെ ശിക്ഷിച്ചത്? കൊലപാതക ശ്രമം. സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചതിന്. 6 മാസത്തെ തടവാ. ഇനി 4 മാസം കൂടെ ഉണ്ട്. തല്ലിയ പോലീസുകാരെയൊക്കെ തിരിച്ചു തല്ലിയവളാ. ഇവിടെ 8 ഇഞ്ച് ചതയ്ക്കും പോലെ ചതച്ചതാ. എന്നിട്ടും അഹങ്കാരം മാറിയിട്ടില്ല. അടുക്കാൻ വന്നാലും അടുപ്പിക്കണ്ട, സൂക്ഷിക്കണം. നമ്മൾ മനസ്സിൽ കണക്കുകൂട്ടിയതുപോലെ തന്നെയാ കാര്യങ്ങളുടെ നീക്കം. ഹെഡ് ഓഫീസ് അടക്കം പൂട്ടി സീൽ ചെയ്തു. ബാങ്ക് അക്കൗണ്ട്സുകളെല്ലാം മരവിപ്പിച്ചു. നിലവിൽ പണത്തിനുള്ള ഒരു വഴിയും കാണുന്നില്ല അവരുടെ മുന്നിൽ. വസ്തു വിൽക്കും, അതാണ് തീരുമാനം. അല്ല, വസ്തു എന്ന് പറയുമ്പോ വീട് അല്ല, വീടും പുരയിടവും ഒഴിച്ചുള്ള സ്ഥലങ്ങൾ. പെട്ടെന്ന് വിൽപ്പന നടക്കൂ? നടക്കരുത്. ഒരു കാരണവശാലും ഒരു പ്രോപ്പർട്ടിയും വിൽക്കാൻ സമ്മതിക്കരുത്. മോഹവില പറഞ്ഞു വരുന്ന ആരും പിന്നെ ആ വഴിക്ക് വരരുത്. അതിന് നിങ്ങൾ രണ്ടുപേരും എന്നെ സഹായിക്കണം. രഹസ്യമായിട്ടൊരു കച്ചവടം നടന്നാ അത് നമ്മളറിയണമെന്നില്ല. നിങ്ങളല്ല, ഞാൻ അറിയും. അനന്തു അറിയാതെ
എന്തായാലും ഒരു കച്ചവടവും ഉറപ്പിക്കില്ല. അനന്തുവിനെ ഞാൻ എൻ്റെ ഈ കൈവെള്ളയിലിട്ട് അമ്മാനോ ആടുകയല്ലേ. അയാള് വിശ്വസ്തയായി ഭാര്യയോട് ചോദിക്കാതെ ഒന്നും ചെയ്യത്തില്ല. അല്ല മാഡം, അറിഞ്ഞാല്? അറിഞ്ഞ ആ നിമിഷം ആരാ എന്താ എന്നൊക്കെ സോളമനെ അറിയിക്കും ഞാൻ. അവനെ കൊന്നിട്ടായാലും ശരി, സ്ഥലം വാങ്ങിക്കാൻ അനുവദിക്കരുത്. അഴകത്തെ സ്വത്ത് മുഴുവനും എനിക്ക് വേണം. സുമംഗല അഴി എണ്ണുമ്പോ ഞാനായിരിക്കണം അഴകത്തമ്മ. എന്റെ സാമ്രാജ്യമായിരിക്കണം അഴകത്തെ വീട്.